മാനസാന്തരപ്പെടണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറച്ച് ട്രാജഡികൾ, ദുരന്തങ്ങൾ സംഭവിക്കണം. ചില രോഗങ്ങൾ വരുമ്പോൾ, ക്യാൻസർ വരുമ്പോൾ, കടബാധ്യതകൾ വരുമ്പോഴാണ് ചിലർ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ. ചിലർ മദ്യപാനവും പുകവലിയും ഉപേക്ഷിക്കണമെങ്കിൽ വായിൽ ക്യാൻസർ വരണം, വയറ്റിൽ പുണ്ണ് വരണം, മാനസിക രോഗം വരണം. ഇത്രയും പേരാ വരണം, അച്ഛാ എൻ്റെ കുടി നിർത്താനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം നോക്കിക്കേ, ചിലർ ദുരന്തം വരുമ്പോഴാണ് മാനസാന്തരത്തിലേക്ക് വരുന്നത്. വേറെ ചിലർ പാപം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കും, എന്നാൽ വിശുദ്ധിയിലേക്ക് കടന്നു വരില്ല. കാരണം അവരുടെ ആഗ്രഹം ശക്തമല്ല. അവർ പറയും എനിക്ക് പാപം ഉപേക്ഷിക്കണം, വിശുദ്ധിയിലേക്ക് വരണം. ഇതൊരു അവരുടെ ഉള്ളിൽ നിന്ന് ഈ ആഗ്രഹം വരണം. അപ്പം ആ ആഗ്രഹം ശക്തമല്ലാത്തത് കൊണ്ട് ഇവരിങ്ങനെ പള്ളിയിലൊക്കെ പോകും, പക്ഷെ വലിയ മാനസാന്തരം അവർക്കുണ്ടാവില്ല. നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു യുവാവ് ഈശോയോട് ചോദിച്ചു. അവന് വിശുദ്ധിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്ക്. അതവന് സാധിച്ചില്ല. അങ്ങനെ അവൻ മടങ്ങിപ്പോകുന്ന കാണുക.